ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പൈസി എഗ് പാസ്തയാണ്. അപ്പോൾ പാസ്ത കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. പാസ്ത 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പല തരത്തിലുള്ള പാസ്ത ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ സവാള എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസായിട്ടുള്ള 4 അത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ് 4. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരു ചെറിയത്, ക്യാപ്സിക്കം വരുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ചെറുത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട്, ഒരു 6 എണ്ണം. പിന്നെ ജിഞ്ചർ ഗാർലിക്കാണ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ നമുക്ക് സോയാ സോസ് ആവശ്യമുണ്ട്, അതൊരു 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആവശ്യമുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് അല്ല കേട്ടോ, ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ഇതിന് പകരം ടൊമാറ്റോ ആഡ് ചെയ്താലും മതി. അപ്പോൾ നമ്മളുടെ പേസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പാസ്ത കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഓംലേറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. നമ്മളിതിൽ ഇനി ഒരു ഇത്തിരി ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ നമുക്കൊരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഓംലേറ്റ് അടിച്ചെടുക്കാം, അതായത് 2 ഓംലേറ്റ് ആക്കി എടുക്കാം.
നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ചെറിയ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വെച്ചാൽ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ പാസ്തയ്ക്കുള്ള എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയ്ക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണില്ല. ഉപ്പിന് പകരം നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്യണത്. അപ്പോൾ അത് 2 ക്യൂബാണ് ഇടുന്നത്. വേറെ സ്പെഷ്യലായിട്ടുള്ള ഉപ്പൊന്നും നമ്മൾ ഇടുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കാരണം പച്ചമുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി ഒരു 2 മിനിറ്റ് ഒന്നങ്ങനെ ബോയിൽ ചെയ്യാൻ വെക്കാം.
ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. ടൊമാറ്റോ പേസ്റ്റിൽ ഉപ്പില്ലാത്തത് കാരണം നമ്മൾ ചേർക്കുമ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിടാം. ഇപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നമുക്ക് എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ മസാലയിൽ പിടിക്കണമായിരുന്നു ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്തെടുക്കാം. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ചേർത്തെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്തക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാസ്തയും മസാലയൊക്കെ നന്നായി മിക്സാണ് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ സ്പൈസി ആയിട്ടുള്ള എഗ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് വീഡിയോസിന് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.